ഹലോ നമസ്കാരം, വെൽക്കം ടു സജീസ് ഫ്ലവർ ടൈം. നമ്മൾ പലതരത്തിലുള്ള വൈൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. നമ്മൾ മുന്തിരി വൈൻ ഇട്ടിട്ടുണ്ട്, ഞാവൽ വൈൻ ഇട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചക്ക കൊണ്ട് വേണ്ട ചക്ക നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. ഒരു ദിവസം ഇന്നലെ ഉണ്ടാക്കേണ്ടതാണ്, സമയം കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ചക്ക വൈൻ ഉണ്ടാക്കാനായിട്ടുള്ള ചക്ക നമ്മൾ തൊലി കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഒന്ന് ചക്ക വൈൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ അധികം ഉണ്ടാക്കുന്നില്ല കേട്ടോ, കുറച്ച് ഉണ്ടാക്കണുള്ളൂ. നമുക്ക് അറിയാൻ വേണ്ടി മാത്രം. ഒരു കിലോ ചക്ക എടുത്തിട്ടുണ്ട്. 1 കിലോ ചക്കയുടെ ചുള എടുക്കും. അതിനൊരു 600 ഗ്രാം ഷുഗർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. 1 ലിറ്റർ വാം വാട്ടർ, അതായത് ഒരു 35 ഡിഗ്രി ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാൻ അങ്ങനെയുണ്ട്. നമ്മൾ ചക്ക ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേവിച്ചൊക്കെ എടുക്കാം സോഫ്റ്റായിട്ട്. ഇതിപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കും ചക്ക. അതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. വേണമെങ്കിൽ ജസ്റ്റ് ബ്ലെൻഡ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. നമ്മൾ കുറച്ചേ എടുക്കണുള്ളൂ. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ അപ്പോൾ ഡൈജഷൻ വേഗം ഈസി ആയിരിക്കും. ചക്കയ്ക്ക് പ്രത്യേകത നമ്മുടെ നാട്ടിൽ ഇത് ഓർഗാനിക്കാണ്. വിഷമോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചേർക്കണില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മളിത് പ്രിസർവ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. നമ്മൾ ചക്കട മറ്റുള്ള കാര്യങ്ങൾ ചക്ക കൊണ്ടുള്ള ബേക്കറി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ ഡ്രൈ ചെയ്ത് വേണമെങ്കിൽ സൂക്ഷിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മൾ ജാം ഉണ്ടാക്കണം, ജാം സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. ചക്കയുടെ മണം ചിലർക്ക് ഇഷ്ടമല്ല, പക്ഷേ ചക്ക പോഷകസമൃദ്ധമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയായാലും ആ സാധനം ഉപയോഗിക്കണം. പണ്ടൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ കുറച്ച് കാലം വയ്ക്കാം. പക്ഷേ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ആവശ്യം പോലെ സീസണിൽ മാത്രമല്ല, അല്ലാത്തപ്പോഴും ചക്കയുണ്ട്. അപ്പോൾ നമ്മൾ ജാം ഉണ്ടാക്കണം. അതുപോലെ നമ്മൾ 1 കിലോ ചക്കയാണ് എടുക്കുന്നത് കേട്ടോ. അതിന് ഷുഗർ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം, ഷുഗർ കൂടുതലെടുക്കാം. ഷുഗർ ഇപ്പോൾ ചക്ക നല്ല വരിക്ക ചക്കയാണ്, ഇത് നല്ല മധുരമുണ്ട്. അതുകൊണ്ട് ഞാനത് ഷുഗറിൻ്റെ കണ്ടൻറ്റ് കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. അതായത് 1 കിലോവിന് 600 ഗ്രാം, 1 ലിറ്റർ വെള്ളം, 600 ഗ്രാം ഷുഗർ. ഏതാ നമ്മൾ കുറച്ച് സ്പൈസസ്, ഇത് ഫ്ലേവറിന് കേട്ടോ. കളറിനായിട്ട് നമ്മളൊന്നും എടുക്കണില്ല. എന്താ കണ്ട, നാച്ചുറലായിട്ടുള്ള ഗോതമ്പ് നുറുക്കി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. സൂചി ഗോതമ്പാണ്, ഇത്ര വേണ്ടുള്ളൂ. ഇതൊരു 50 ഗ്രാം എടുത്താൽ മതി. പിന്നെ ഈസ്റ്റ് നിങ്ങളുടെ ഓപ്ഷനാണ്. ഞാൻ ഈസ്റ്റ് ചേർക്കണില്ല കേട്ടോ. ഈസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഫെർമെൻറ്റേഷൻ അടിപൊളിയാവും. അത് നമ്മൾ ഈ ഗ്ലാസ് ജാറിലിടണം കേട്ടോ. നിങ്ങൾക്ക് ഭരണിയോ മറ്റുള്ള എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമാണ് സത്യത്തിൽ ഞാൻ ഇത് ഇടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടില്ല, അല്പം ചെറുതാക്കി, അല്പം കൂടി വേണമെങ്കിൽ ചെറുതാക്കി നന്നായിരുന്നു കേട്ടോ വൈനിടാനായിട്ട്. ഇത് നമ്മൾ ഇട്ട് 2 ദിവസം കഴിയുമ്പോൾ ഒന്ന് ഇളക്കുക. ഒരു ചെറിയ എയർ ഗ്യാപ്പ് പോകാനായിട്ടുള്ളൊരു സജ്ജീകരണം ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. ഫെർമെൻ്റ് ആകുമ്പോൾ ആസിഡ് വരും, ഇത് ചീത്തയാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് നമ്മൾ അല്പം സ്പൈസസ് ഇടുന്നുണ്ട് കേട്ടോ. അതായത് ഏലക്കായും പട്ടയും ഒരു 2 ഗ്രാം അതിട്ടു. അല്പം ഗോതമ്പ്, ഇതൊരു നാച്ചുറൽ ഫെർമെൻറ്റേഷനുള്ള ഒരു ധാന്യം ഏതെങ്കിലും ഇടാം കേട്ടോ. അപ്പോൾ നമ്മളൊരു ഗോതമ്പ് സൂചി ഗോതമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ദെൻ ഷുഗർ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ കൂട്ടിയിടാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണ്. ചിലർ ഈക്വൽ ക്വാണ്ടിറ്റി ഇടുന്നവരുണ്ട് കേട്ടോ. ഈക്വൽ ക്വാണ്ടിറ്റി ഇടുന്നുണ്ട്, ഈക്വൽ ക്വാണ്ടിറ്റി ഇടുന്നവരുണ്ട് കേട്ടോ. അതുപോലെ വെള്ളം നമുക്ക് വേണമെങ്കിൽ ഡബിൾ ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ. ഞാൻ അത്ര ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ഇതേട്ടോ ഞാൻ വാം വാട്ടർ ഉപയോഗിക്കുന്നത്. ആ ഫെർമെൻറ്റേഷൻ സ്പീഡപ്പ് ആവാനായിട്ട് നമുക്ക് വാം വാട്ടർ, ഒരു 40 ഡിഗ്രി ചൂടിലുള്ള വെള്ളമാണ് നമുക്ക് നല്ലത് കേട്ടോ. എപ്പോഴും നമ്മൾ ഭരണി ആയാലും ഗ്ലാസ് ജാറായാലും നിങ്ങൾ ഇടുന്നത് എപ്പോഴും അല്പം താഴെ നിൽക്കണം കേട്ടോ. നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നീട് ഏകദേശം ഒരു 30 ദിവസമെങ്കിലും ഇരിക്കണം. 2 ദിവസം നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കുക. ജിഞ്ചർ ബിയർ അതുപോലെ കമ്പൂച്ച പോലെയുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കട്ടെ. ഇതേപോലെ തന്നെ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെർമെൻറ്റേഷൻ വളരെ കുറവായിരിക്കും, ആൽക്കഹോളിൻ്റെ അംശം കുറവായിരിക്കും. അതാണ് അതിൻ്റെ ഇത്. തന്നെയല്ല നമുക്ക് അനുകൂലമായ കുറച്ച് ബാക്ടീരിയകൾ അതിലുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ അത് ആയി കേട്ടോ. ഇനി എന്ത് ചേരുവകളും നിങ്ങൾ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയിട്ട് വേറെ ദിവസം കാണാം. അപ്പോൾ ചക്ക വൈൻ
ഉണ്ട്. പിന്നെ ഒരു 30 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു. എൻജോയ് ദ ലൈഫ്. ബൈ. സജീസ് ഫ്ലവർ ടൈം.